ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനീത ജോയ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു അടിപൊളി ഒരു കിടുക്കാച്ചി കറി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് വേണ്ട നമ്മുടെ മത്തങ്ങയാണ് കേട്ടോ. ഒരു ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തീ ഒന്ന് കത്തിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് വേവട്ടെ. വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേവാനായിട്ട് ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വേഗം വെന്ത് കിട്ടിക്കോളുക. പിന്നെ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മുളക് ആഡാക്കി കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഞാൻ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേഗം വെന്തിട്ട് ഒന്ന് നമുക്ക് അടച്ചിച്ച് കൊടുക്കാം. നല്ലതുപോലെ വെന്ത് വരട്ടെ കേട്ടോ. നല്ലതുപോലെ വേവിച്ച് ഉടച്ചെടുക്കാം കേട്ടോ. ചിലർക്ക് കടിച്ച് ഒക്കെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർ നല്ലതായിട്ട് ഉടച്ചെടുക്കേണ്ട കാര്യമില്ല. ഒന്ന് അടച്ചിച്ച് കൊടുക്കാം. അത് വേവട്ടെ. കണ്ടില്ല, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്തിട്ടിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതായിട്ട് ഉടയ്ക്കാൻ പരുവത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പരിപ്പൊക്കെ കൂടെ ആഡാക്കാം. പരിപ്പൊന്നുമില്ല, നല്ല സൂപ്പർ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ച് കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. നമുക്കിതിലോട്ട് ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ആവശ്യമാണ്. ഒരു അരമുറി തേങ്ങ ചിരകിയത്. ഇതിലോട്ട് തേങ്ങയുടെ കൂടെ ഒരൽപ്പം നല്ല ജീരകം, പിന്നെ രണ്ട് പച്ചമുളക് കേട്ടോ. ഞാൻ പച്ചമുളക് ഇത് വേവിച്ചപ്പോൾ കീറിയിടാഞ്ഞത് കൊണ്ട് പച്ചമുളക് അരച്ച സമയത്താണ് ഞാൻ ആഡാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ കൂടെ ഇട്ട് നമുക്ക് വേവിക്കാം, അല്ലെങ്കിൽ നമുക്ക് അരയ്ക്കുമ്പോൾ ഇടാം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ജാറിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഭയങ്കര ലൂസായി പോകാൻ പാടില്ല. ഇച്ചിരി തിക്നെസ്സുള്ള കറിയായിട്ട് കിട്ടണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഈ കറിക്ക്. പിന്നെ എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇച്ചിരി നേരം നമ്മൾ മിക്സാക്കി കൊടുക്കുമ്പോഴത്തേക്ക് നല്ല മഞ്ഞ കളറായിക്കോളും കേട്ടോ കറി. ഇപ്പോൾ തേങ്ങ നമ്മൾ മഞ്ഞപ്പൊടിയൊന്നും ഇടാണ്ട് അരച്ചതുകൊണ്ടാണ് ചെറിയൊരു വെള്ള കളർ ഫീൽ ചെയ്യുന്നത്. നല്ല ഇളം മഞ്ഞ കളറിൽ നല്ല കിടുക്കാച്ചി കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ വെജിറ്റബിൾ കറികൾ അങ്ങനെയൊക്കെ കൂട്ടുന്നവരാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഓരോ ദിവസം എന്ത് കറി ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞു പീസ് മത്തങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. ഇത് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അരപ്പൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഇങ്ങനെ തിളച്ച് പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് വേഗം തിളച്ച് വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കടുക് താളിച്ചൊഴിക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകിട്ടു, നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒരു 2 ചെറിയ ഉള്ളി കുഞ്ഞാന്ന് അരിഞ്ഞിട്ട് അതൊന്ന് വറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ വറ്റൽമുളക് 2-3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കട്ടെ. ഇത് നന്നായിട്ടൊന്ന് വറ്റിയിട്ട് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ കടുക് താളിക്കുമ്പോൾ ഒന്ന് വറ്റി ചൂടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറിക്ക്. അപ്പോൾ ഇത് വറ്റൽമുളകും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് പാടെ മാറിപ്പോകും കേട്ടോ. നമ്മളിതുപോലെ ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് വയ്ക്കുന്ന കറികളൊക്കെ ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇതിൽ തന്നെ നല്ല ചൂടുണ്ട്, നല്ല തിളച്ച എണ്ണയാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് കണ്ടില്ലേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. വളരെ സിമ്പിളും ടേസ്റ്റിയും ഹെൽത്തിയും നല്ല തിക്നെസ്സോട് കൂടി നല്ല സൂപ്പർ നാടൻ ഒഴിച്ച് കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.